ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി ഈ വോട്ട് ചോദിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, മറിച്ച് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് എന്നുള്ള തരത്തിലൊരു പ്രസ്താവന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. അമിത്ഷാ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ ഈ മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ള കാര്യത്തിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, ആ മോദിക്ക് ഗ്യാരണ്ടി പൂർത്തിയാക്കാൻ അമിത്ഷായ്ക്ക് കഴിയുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. തീർച്ചയായിട്ടും 2014 നരേന്ദ്രമോദി തന്നെ കൊണ്ടുവന്നൊരു നിയമം 75 വയസ്സ് പിന്നിടുന്നവർക്ക് ഔദ്യോഗിക പദവിയിൽ വഹിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ പ്രധാനമന്ത്രി അടക്കമുള്ള പദവികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന തരത്തിലുള്ള നിയമം. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു മുരളി മനോഹർ ജോഷിയും അതുപോലെ LK അദ്വാനി ഉൾപ്പെടെയുള്ളവർ വിട്ടുനിന്ന് പകരം നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാവുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 17-ാം തീയതി നരേന്ദ്രമോദിക്കും 75 വയസ്സാകും. ആ സമയത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത്. ഇതിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. BJPക്കകത്ത് ഒരു തരത്തിലുമുള്ള ആശയക്കുഴപ്പമില്ല. പാർട്ടി ഒരേ ഒരു ആശയത്തോടുകൂടി, ഒരേ ഒരു അജണ്ടയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയെ തുടരും. ഈ 5 വർഷത്തെ കാലയളവിൽ അദ്ദേഹം പ്രധാനമന്ത്രി പദം പൂർത്തിയാക്കുമെന്നുള്ള കാര്യം, അതുപോലെ ഭാവിയിൽ ഇന്ത്യയെ നയിക്കാൻ നരേന്ദ്രമോദി തന്നെ മടങ്ങിയെത്തും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതായത് നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമം അദ്ദേഹത്തിന് ബാധകമല്ല എന്നുള്ള കാര്യം. മറ്റൊരു പ്രധാന ആരോപണം അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത്, നരേന്ദ്രമോദി അടക്കമുള്ള ചിലർ, BJPയിലെ പ്രധാനപ്പെട്ട ചിലർ മറ്റ് ചില മുന്നോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് ഉയർന്നു വരുന്നവരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിന് അദ്ദേഹം ഉദാഹരണമായി കാണിച്ച 1-2 പേരാണ്. ഒന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ വസുന്ധര രാജെ. ഇനി BJP വീണ്ടും അധികാരത്തിലേക്ക് വന്നാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും 2 മാസത്തിനകം യോഗി ആദിത്യനാഥിനെ പുറത്താക്കും. അങ്ങനെ യോഗിയുടെയും രാഷ്ട്രീയ കരിയറിന് ഒരു അവസാനം കുറിക്കും നരേന്ദ്രമോദി എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്തായാലും ഇക്കാര്യം, ഈ ഒരു പ്രസ്താവന BJPക്കകത്ത് എന്ത് തരത്തിലുള്ള ഡാമേജ് ആയിരിക്കും ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകേണ്ടി വന്നിരിക്കുന്നു BJPക്ക്. ഇതിനോടകം തന്നെ വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.